ഭാരതപ്പുഴയിൽ മുങ്ങിമരിച്ച നാലംഗ കുടുംബത്തിന് നാടിന്റെ യാത്രാമൊഴി. 4 പേരുടെയും കബറടക്കം നടന്നു. ബന്ധുവീട്ടിലെ യാത്ര കഴിഞ്ഞ് കബീറും ഭാര്യ ഷാഹിനയും മകൾ സെറയും അവസാനമായി ഒരിക്കൽ കൂടി ചെറുതുരുത്തി ചുങ്കത്തെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ചേതനയറ്റ ശരീരമായി. അവസാന കൂടിച്ചേരലിൽ ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാഹിനയുടെ സഹോദരി ഷഫാനയുടെയും ജാഫറിൻ്റെയും മകൻ ഫുവാദ് സനിൽ ഇതിലും കൂടെയുണ്ടായി. 4 ആംബുലൻസുകളിലായി എത്തി വൻ ജനാവലിയുടെ നടുവിലൂടെ അവർ ഓരോരുത്തരായി ഓടയ്ക്കൽ വീട്ടിലേക്ക് എത്തി. പതിവ് തെറ്റിച്ച ഈ വരവ് പക്ഷേ കണ്ടുനിന്നവരുടെ നെഞ്ചുലയ്ക്കുന്നതായിരുന്നു. ഒരു രാവ് പിരിഞ്ഞിരുന്നെത്തിയിട്ടും ഉപ്പയും ഉമ്മയും താത്തയും ഇക്കയും ഒന്നും മിണ്ടാതെ കിടക്കുന്നതിൻ്റെ സങ്കടം അടക്കാനാവാതെ കണ്ണീർ വാർത്ത് കരയുന്ന 1 വയസ്സുകാരൻ മുഹമ്മദ് സെമാനും 4 വയസ്സുകാരൻ മുഹമ്മദ് സയാനും കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി. അരമണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഫുവാദ് സനിലിൻ്റെ മൃതദേഹം ചേലക്കര മേപ്പാടത്തെ ആന്ത്രോട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാടിൻ്റെ നൊമ്പരമായി മാറിയ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് പേരാണെത്തിയത്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:15 മൃതദേഹങ്ങൾ ചെറുതുരുത്തിയിലെ വീട്ടിലെത്തിച്ചത്. MLA UR പ്രദീപ് മൃതദേഹങ്ങളെ അനുഗമിച്ചു. MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ചെറുതുരുത്തി LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുഞ്ഞ് സിറയെയും ചങ്ങാരപ്പള്ളി സെൻറ് ജോസഫ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫുവാദിനെയും അവസാനമായി ഒരു നോക്ക് കാണുവാൻ സഹപാഠികളും അധ്യാപകരും എത്തി. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ 4 പേരുടെയും കബറടക്കം നടന്നു. കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ എന്നിവരുടെ കബറടക്കം ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിലും ഫുവാദിൻ്റെ മേപ്പാടം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലുമാണ് നടന്നത്. ഭാരതപ്പുഴയുടെ പൈങ്കുളം ശ്മശാനക്കടവിൽ വ്യാഴാഴ്ച വൈകിട്ട് 5:30 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പുഴയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിൽ വീണ സെറയെയും ഫുവാദിനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഷാഹിനയും കബീറും ഒഴുക്കിൽപ്പെട്ടത്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി അവർ മടങ്ങി. ഇനി പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്നും കണ്ണീരോർമ്മ മാത്രം. ചെറുതുരുത്തി ചുങ്കത്തു നിന്നും ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.